ഹായ് ഗായ്സ്, എടുക്കാൻ പോണേ ബാംഗ്ലൂർക്ക് സെറ്റ് വിത്ത് ഫാമിലി. ഓക്കെ, 3 ദിവസം. ഈ യാത്രയിൽ എൻ്റെ കൂടെ ഉള്ളത് 3 കളിക്കൂട്ടുകാരാട്ടോ. നേരെ 4-ാം വളവിലെത്തിയാർന്ന് പിന്നെ ഒരു കാലി ചായ കുടിച്ചു. അത് കഴിഞ്ഞ് പിന്നെയും ഓടി. ഒരു ബത്തേരി എത്തിയപ്പോൾ എല്ലാവർക്കും വിശക്കൽ തുടങ്ങി. അവിടെ ജൂബിലി ഹോട്ടലിൽ കയറി. അങ്ങനെ ബത്തേരിയിൽ നിന്ന് ഞങ്ങളെ യാത്ര നേരെ നമ്പ്യാർകുന്നിലേക്ക്. അത് കേരള തമിഴ്നാട് ബോർഡറാണ്. പ്രത്യേകിച്ച് വൈബൊന്നും ഇല്ലെങ്കിലും ഇതൊരു സിനിമയെ പറഞ്ഞ മാതിരിയുള്ള സ്ഥലമാണ്. റോഡിൻ്റെ അപ്പുറത്ത് തമിഴ്നാട്, ഈ സൈഡ് തമിഴ്നാട്, കേരള. നേരെ അപ്പുറത്ത് ഇത് കേരള, തമിഴ്നാട്, കേരള. അപ്പോൾ നമ്പ്യാർകുന്ന് നേരെ പോകുന്നത് ഗൂഡല്ലൂർ ബന്ദിപ്പൂരാണ്. അപ്പോൾ നമ്മൾ ചെറിയ ചെറിയ റോഡാണ് ചൂസ് ചെയ്തത്. പക്ഷേ ടൈമുള്ളവർക്ക് പിന്നെ അതുപോലെ സ്ലോലി പോകാൻ പറ്റുന്ന ചിലപ്പോൾ റോഡ് ലോക്കായിരിക്കും. അപ്പോൾ ചിലപ്പോൾ തിരിച്ചു പോരേണ്ടി വരും. അങ്ങനത്തെവർക്കൊക്കെ ചൂസ് ചെയ്യാം. ചെറിയ ചെറിയ വഴികളുണ്ടാവും. അതിലെങ്ങനെ കുറച്ച് നേരം ഒന്ന് ഓടുക. ഒരു വൈബാണ്. കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ ഓടാം. പിന്നെ മക്കളൊക്കെ ഉള്ളത് കൊണ്ട് ഇടയ്ക്കിടെ നിർത്തൽ പതിവാണ്. കുറച്ച് നിർത്തും. അപ്പോൾ എല്ലാവരും കൂടി കയറ്റിയിരുത്തി കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കും. അപ്പോൾ യാത്ര തുടർന്നുകൊടുക്കുന്നുണ്ട്. ഇനി മുതുമലയാണ്. കൂടല്ലൂർ കഴിഞ്ഞിട്ട് മുതുമല ടൈഗർ റിസർവിൽ കാണി കയറേണ്ടി. അതിൻ്റെ ഇടയിൽ കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് ഇത് ബന്ദിപ്പൂരിൻ്റെ മുമ്പ് വരുന്നതാണ് മുതുമല. തമിഴ്നാടിൻ്റെ ഫോറസ്റ്റ് ഏരിയക്ക് പറയുന്നതാണ് മുതുമല. പിന്നെ കാട്ടിലേക്ക് കയറി ഞങ്ങൾക്ക് അറിയാമല്ലോ. കാടിൻ്റെ 2 സൈഡും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് നോക്കിക്കൊണ്ടേ നിൽക്കും. എന്തെങ്കിലും മൃഗങ്ങൾ കാണുമെന്ന്. അപ്പോഴാണ് കുറച്ച് സിംഹവാലൻ, കുരങ്ങന്മാരും, പിന്നെ ഒരു സൈഡിൽ കുറച്ച് മാനുകൾ ഇങ്ങനെ മേഞ്ഞ് നടക്കുന്നുണ്ട്. ഇതൊക്കെ തന്നെ, ഈ കാഴ്ചകളൊക്കെ ഉള്ളൂ. ഇത് കണ്ടിട്ടിങ്ങനെ പിന്നെയും യാത്ര ചെയ്യാണ് ബന്ദിപ്പൂർ കാട്ടിലേക്ക്. അങ്ങനെ മുതുമല കാട്ടിലെ ആൾക്കാരൊക്കെ സമരത്തിൽ. ഇനി അടുത്ത ഞങ്ങൾ ബന്ദിപ്പൂർ കാട്ടിലൊന്ന് കയറി നോക്കട്ടെ, ആടെ സമരമാണോ അല്ല എന്നുള്ളത്. അങ്ങനെ ബന്ദിപ്പൂർക്കും മസനഗുഡി വഴി ഊട്ടിക്കും ഉള്ള റോഡ് ആ ജംഗ്ഷനിലെത്തി. അപ്പം നിയാസിൻ്റെ ഡയലോഗാണ് അവിടെ വാഗമരം പൂത്ത് കിടക്കുന്ന ഒരു ഏരിയ ഉണ്ട് മസനഗുഡി റൂട്ടിൽ. അപ്പം അതൊന്ന് കറങ്ങാൻ വിചാരിച്ച് ഇനി അങ്ങോട്ട് നീങ്ങി. അപ്പോൾ അങ്ങോട്ട് തിരിച്ചപ്പോൾ തന്നെ പിന്നെ നല്ല അടിപൊളി വൈബ്. അത് കുറച്ചൊരു ഏരിയ. വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങി പോയാൽക്ക് നോക്കിയപ്പോഴാണ് അവിടെ കാണുന്നൊരു ആന കുളിക്കിന്. പിന്നെ അതൊന്ന് വീഡിയോയിലാക്കി. ഇപ്പുറത്തുണ്ട് കുറച്ച് സ്ത്രീകൾ ചൂണ്ടയിടുന്നുണ്ട്. അതും കുറച്ച് നേരം ഒന്ന് നോക്കി നിന്ന് ഞങ്ങൾ പിന്നെയും യാത്ര തിരിച്ച്. അങ്ങനെ കർണാടകൻ്റെ ബന്ദിപ്പൂർ ടൈഗർ റിസർവിലേക്ക് കയറി. അവിടെ ഒരു എൻട്രി ഫീസ് എന്ന് പറഞ്ഞാൽ ഒരു 20 ഉറുപ്പ്യ വാങ്ങി. പിന്നെയും കാട്ടിലേക്ക് 2 സൈഡിലേക്കും നോക്കുക എന്നല്ലാതെ മൃഗങ്ങളൊന്നും കണ്ടില്ല. 1-2 മാനുകളെ കണ്ടെന്നേ ഉള്ളൂ. കണ്ടത് ഈ ഇല പൊയിഞ്ഞ് കിടക്കുന്ന തേക്കിൻ കാടാണ് കണ്ടത്. ഇല പൊയ്യും കാട്. അപ്പോൾ അതും കണ്ട് ഞങ്ങൾ നേരെ പിന്നെ ഗുണ്ടിൽപേട്ട ലക്ഷ്യമാക്കി. ഗുണ്ടിൽപേട്ടിൽ നിന്ന് ഉച്ചക്കത്തെ ഫുഡ് കഴിച്ച് നേരെ മൈസൂരിൽ നിന്ന് ബാംഗ്ലൂർ എക്സ്പ്രസ് ഹൈവേ. പിന്നെ പോകുന്ന പോക്കിൽ നിയാസ് ഇപ്പുറത്തിരുന്ന് ഇങ്ങനെ രാത്രിക്കുള്ള റൂം ബുക്ക് ചെയ്തുകൊണ്ടൊക്കെയാണ്. ഏകദേശം ചെന്നൈപ്പട്ടണം എത്തിയപ്പോൾ ഞങ്ങൾ ഒന്നുകൂടി പുറത്തിറങ്ങി എല്ലാവരും ഒന്ന് റീഫ്രഷ് ആക്കി പിന്നെയും വിട്ട് 1 മണിക്കൂർ റെസ്റ്റ് കഴിഞ്ഞ് നേരെ വിടുതിയിലെത്തി. വിടാടി എന്നിട്ടാണ് പേര് കേട്ടോ. അവിടെ നിന്ന് കുറച്ച് ചായ കുടിക്കേണ്ടത് ചായ, ജ്യൂസ് വേണ്ടവർക്ക് ജ്യൂസ് വാങ്ങിക്കൊടുത്ത് പിന്നെ നേരെ റൂം ലക്ഷ്യമാക്കിയിട്ടാണ് വിട്ട്. അങ്ങനെ ഏതായാലും മൈസൂർ റോഡ് മെട്രോ സ്റ്റേഷൻ്റെ താഴെയായിട്ട് JVH ഹോട്ടൽ എന്ന് പറഞ്ഞിടത്ത് റൂമെടുത്ത് അവിടെ കിടന്നുറങ്ങി. അപ്പോൾ പറഞ്ഞ മാതിരി എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും കേട്ടോ.
ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ഗുഡ് ബൈ. താങ്ക് യു.